നമ്മൾ ആർക്കെങ്കിലും നല്ലത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും നല്ലത് സംഭവിക്കുമെന്ന സ്ഥിരം പരിപാടിയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെയും കഥ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സിനിമയിൽ നമ്മൾ കാണുന്ന ഓരോ സബ് പ്ലോട്ടുകളും ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുന്ന പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന സ്വല്പം മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പടം പോകുന്നത്. പക്ഷെ നാടകീയത കൂടിയ ഈ ഒരു മൊമെന്റിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാക്കി മാറ്റുന്നത്. എല്ലാ ഫാമിലി ഡ്രാമകളിലും നമ്മൾ കാണാൻ സാധ്യതയുള്ള തരം സീനുകളുടെ ഒരു കളക്ഷനാണ് ഒരു പരിധിവരെ ഈ സിനിമയുടെ തിരക്കഥയിലെ രംഗങ്ങൾ. പക്ഷേ എല്ലാത്തിനും ഒരു പ്രാക്ടിക്കലായ അപ്രോച്ച് കൊണ്ടുവരാൻ ഡയറക്ടർ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ചില ഇമോഷണൽ ബീറ്റുകൾ നമ്മുടെ മലയാളത്തിലെ സുഡാനി ഫ്രം നൈജീരിയയെ ഓർമ്മിപ്പിച്ചു. വളരെ റൂട്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളിലെ ആളുകൾ തമ്മിലുള്ള ചില ഇമോഷണൽ പാരലലുകൾ കാണുന്ന പടമായിരുന്നു സുഡാനിയെങ്കിൽ, ടൂറിസ്റ്റ് ഫാമിലി ഏതാണ്ട് ഇതേ സംഭവം തന്നെ കുറച്ചുകൂടെ ഫിൽമി ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. വേർതിരിവിന്റെ കാരണമാകുന്ന ഭാഷയെ ഒടുവിൽ ചേർത്ത് നിർത്തുന്നതിന്റെ കാരണമാക്കി അവതരിപ്പിക്കുന്ന ടൂറിസ്റ്റ് ഫാമിലി നമുക്കൊരു പുഞ്ചിരി സമ്മാനിക്കുന്ന ലളിതമായ ഒരു മൈഗ്രേഷൻ സ്റ്റോറിയാണ്.